ഇതെല്ലാം കഴിഞ്ഞ് മൃതദേഹം അവരുടേതായ മതവിശ്വാസ പ്രകാരം കൊണ്ടുപോകുമ്പോ പിന്നെ വേറെ ആരും തൊടാൻ പാടില്ല. എനിക്കത് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല. നിങ്ങൾ ഇപ്പൊ കണ്ടത് ഞാൻ മുമ്പ് ചെയ്തൊരു വീഡിയോ ആണ്. ഇതിൽ ആ കാണുന്ന ആളുടെ പേരാണ് ബിനിച്ചേട്ടൻ. അദ്ദേഹം മരണപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് അഴുകിപ്പോയ ജീർണിച്ചു പോയ ഡെഡ് ബോഡികൾ പോലും എടുക്കുന്ന ഒരു സാധാരണക്കാരൻ. മുമ്പൊരിക്കൽ അദ്ദേഹം ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് അങ്ങനെ എടുത്തു. ട്രെയിൻ തട്ടിയതാണ്, വല്ലാതെ ബുദ്ധിമുട്ടായ ശരീരമാണ്. എടുത്ത് വൃത്തിയാക്കി പരിപാലിച്ച് എടുത്തപ്പോൾ ആരോ പറഞ്ഞു ഇനി നീ തൊടണ്ട എന്ന്. കാഫിര്യങ്ങൾ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആരോ വിഷമിപ്പിച്ച വീഡിയോ ട്രെൻഡിങ് ആണ്. ഒരുപാട് പേർ അത് വെച്ചുകൊണ്ട് ഇസ്ലാമിനെ മോശമാക്കി വൃത്തിഹീനമായ മതം എന്ന രൂപത്തിൽ സംസാരിച്ചു. എന്നാൽ എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? ഏതോ ഒന്നോ രണ്ടോ ആൾ മാത്രമാണ് അത് എതിർത്തതും. അവിടെ കൂടിയ നൂറുകണക്കിന് ആൾക്കാർ അദ്ദേഹത്തിനൊപ്പമായിരുന്നു. എല്ലാ മതവിഭാഗത്തിലും ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവുമല്ലോ. എന്നാൽ അന്നാ പറഞ്ഞ ആൾക്ക് അത് വല്ലാതെ വേദനിച്ചു. അദ്ദേഹത്തിന് അത് ഫീലായി. എൻ്റെ വീഡിയോ ബിനിച്ചേട്ടൻ എത്തിച്ചു കൊടുത്തത് അദ്ദേഹമാണ്. തെറ്റിദ്ധാരണ മാറ്റാൻ എന്നെ വിളിക്കാനും പറഞ്ഞു. ബിനിച്ചേട്ടൻ എന്നെ വിളിച്ച ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, തെറ്റുകൾ പറ്റാത്ത മനുഷ്യന്മാരില്ല. ആ അദ്ദേഹത്തിൻ്റെ ഒരു അബദ്ധമായിരുന്നു അത്, അല്ലെങ്കിൽ അറിവില്ലായ്മയായിരുന്നു. അദ്ദേഹം ആ തിരുത്തി നമ്മളിപ്പോഴും അവരെയൊക്കെ വേട്ടയാടുകയാണ്. ഞാനിപ്പോൾ നടന്ന വീഡിയോ കോളിൻ്റെ ഭാഗം നിങ്ങളിപ്പോൾ കാണിക്കാം. കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. നമസ്കാരം ബിനിച്ചേട്ടാ. നമസ്കാരം. സുഖല്ലേ? പിന്നെ വളരെ സന്തോഷം. ബിനിച്ചേട്ടാ, അന്ന് ചേട്ടൻ എന്നെ വിളിച്ചിരുന്നു. ചേട്ടൻ്റെ അവസ്ഥകൾ ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. ചേട്ടൻ നിരപരാധിയാണെന്നും കുടി ചേട്ടൻ അന്നോട് സംസാരിച്ചിരുന്നു. എന്താണ് അന്ന് സംഭവിച്ച വിഷയം? ഏതിനെ കുറിച്ച് വെക്കണം? മറ്റേ വീഡിയോയിലാണോ? അതെ, വീഡിയോയില് മുസ്ലിങ്ങൾ ഖബറിലേക്ക് എടുക്കുന്ന സമയത്ത് സംഭവം എന്ന് വെച്ചാലേ, അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരു മൃതദേഹം കൊടുത്തതാ. ഇപ്പൊ അല്ല, വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണത്. അപ്പൊ നമുക്കത് ഇന്നൊരു വലിയൊരു പാർട്ടിയിലൊരു അദ്ദേഹത്തിന്റെ ഒരു മകനായിരുന്നു, ബാപ്പയായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ, ആ മരിച്ച വ്യക്തിയുടെ മകൻ വലിയൊരു പാർട്ടിയിൽ ഒരുക്കാണ്. അപ്പൊ അന്ന് ആ കാര്യത്തിനെല്ലാം ചെയ്തത് നമ്മളാണ്. അപ്പൊ ഇക്ക മൃതദേഹം ട്രെയിൻ ഇടിച്ച് സൈഡിലുള്ള കാണിയില്ലേ, ചെറിയ തോട്, തമിഴ്മാരൊക്കെ വണ്ടി നിർത്തുന്ന സ്ഥലമാണ്. എനിക്ക് വ്യക്തികളെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മതത്തെ കുറിച്ച് ഞാൻ എവിടെയും പരാമർശിച്ചിട്ടില്ല. കാരണം നമുക്ക് മതമില്ല. കാരണം നമുക്ക് എല്ലാ മതസ്ഥരെയും മൃതദേഹങ്ങളാവുമ്പോ മതമില്ലാത്തവനായി മാറാണ്. അതെല്ലാം ചാനലുകാർ കുറച്ചും കൂടെ അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അതാണ് പറ്റിയത്. അതാണ് അവിടെ പറ്റിയത്. ആ വാക്കിന് മാത്രം ഹൈലൈറ്റേഴ്സ് അത്. കാരണം അന്വേഷിച്ചപ്പോ പറഞ്ഞത് അത് മൊത്തം കണ്ടോക്ക്, എല്ലാ അതിലും വിവരിക്കണ്ടല്ലോ, മൊത്തം കാണുക. പക്ഷെ മൊത്തം എല്ലാരും മൊത്തം കാണണമെന്നില്ല, ഷോർട്സ് മാത്രമാണ്. അതെ. അപ്പൊ നിങ്ങളോട് ഒരു ദിവസം ഭക്ഷണം കഴിക്കാനും ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും അടുത്തൊരു യാത്ര പോകുമ്പോൾ തീർച്ചയായിട്ടും ചേട്ടനെ വിളിക്കും, വീട്ടിൽ വരും, നമുക്ക് ഒരുമിച്ച് പുറത്തോട്ട് ഒരു ഭക്ഷണം കഴിക്കാം. ആഗ്രഹമാണ്. ഞങ്ങളുടെ വീട്ടിൽ ആർക്കപ്പണി വരാത്ത മാത്രമേ സാർമാരും അത്ര വരുള്ളൂ, വേറെ ആരും വരൂല. അഡ്രസ് ഒന്ന് ഇട്ടേക്കണേ, ഞാൻ വീട്ടിൽ വരും, നിങ്ങളോട് ഭക്ഷണം കഴിക്കും, നമുക്ക് ഒരുമിച്ചൊന്ന് പുറത്തും പോവാം. ആട്ടെ. ഗവൺമെന്റ് ആശുപത്രി പുറകിലാണ്, ആലുവ ഗവൺമെന്റ് ആശുപത്രിയില്ലേ, മോർച്ചറിയുടെ പുറകിൽ ML ഓഫീസ് ഉണ്ട്. ഇവിടെ എല്ലാവർക്കും അറിയാം ശവംവാരിയുടെ വീട് അവിടെ ആരും പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ശവംവാരി അല്ല, മനുഷ്യ സ്നേഹിനെ ഞാൻ ചോദിക്കട്ടെ അവരുടെ അടുത്ത്. അല്ലല്ല, അതെന്റെ ജോലിയാ. അല്ല, എനിക്ക് അങ്ങനെ, എനിക്ക് മനുഷ്യ സ്നേഹിനെ വിളിക്കാൻ ഇഷ്ടം. അപ്പൊ ഞാന് അല്ല ഇവിടെ അങ്ങനെ അല്ല, അതെന്റെ ഐഡന്റിറ്റിയാ. ഓക്കെ ഇവിടെ അങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ. ഞാൻ എന്തായാലും നേരിട്ട് വരാം, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം കേട്ടോ. അങ്ങനെ ആവട്ടെ, കാണാൻ വളരെ സന്തോഷം വിളിച്ചതില്. ശരി, വലിയ സന്തോഷം കേട്ടോ. ശരി ഏട്ടാ, വലിയ സന്തോഷം. നമസ്കാരം. കുഴപ്പമില്ല. ഓക്കെ, താങ്ക്സ് ഏട്ടാ. ശരി, നമസ്കാരം. ഓക്കെ, ബൈ. മക്കളുടെ വീട്ടില് ഞങ്ങൾ പോവാറില്ല, ഞങ്ങൾ ആരും വിളിക്കാറുമില്ല. ബിനിച്ചേട്ടൻ ലാസ്റ്റ് പറഞ്ഞ വാക്ക് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചോ? അദ്ദേഹത്തിന്റെ ജോലി ഇതായത് കൊണ്ട് തന്നെ കുടുംബത്തിൽപ്പെട്ടവരോ കൂട്ടുകാരോ അറിയുന്നവരോ ഒരാൾ പോലും അവരുടെ വീട്ടിൽ ചെല്ലുകയോ അവരോടൊപ്പം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ അവരെ ഒരു പരിപാടിക്ക് വിളിക്കുകയോ ചെയ്യാറേയില്ല. ഒറ്റപ്പെട്ട പോലെയാണ് ആ സാധുക്കൾ അവിടെ ജീവിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ലേ, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരങ്ങളും അതുപോലെ ജീർണിച്ചില്ലേ? ഇന്ന് ഒരിക്കൽ കുട്ടപ്പന്മാരായി നടക്കും നമ്മളൊക്കെ ഒന്ന് മരണപ്പെട്ട ചൂടൊന്ന് പിരിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞാൽ മതി, ചീഞ്ഞളിയാൻ തുടങ്ങും, ഒഴുക്കാൻ തുടങ്ങും. ചിലപ്പോൾ അകറ്റി നിർത്തിയ, മാറ്റി നിർത്തിയ ഈ പാവങ്ങളെ വരൂ ഒന്ന് കോരിയെടുത്ത് 6 അടി മണ്ണിലേക്ക് വെക്കാൻ. കൂടെ കിടന്ന ഭാര്യയോ അല്ലെങ്കിൽ താലോലിച്ച് വളർത്തിയ മക്കളോ പോലും ഇല്ലാതെ കൈവിടുന്ന അല്ലെങ്കിൽ തൊടാൻ ഒന്നും മടിക്കുന്ന സമയത്ത് പുച്ഛിച്ചു മാറ്റിയ, ഒറ്റപ്പെടുത്തിയ ഈ സാധാരണക്കാരനായ മനുഷ്യനെ കാണൂ. ഇവരെയൊക്കെ ആട്ടി ഓടിക്കലാണോ വേണ്ടത്? ചേർത്തു പിടിക്കലാണോ വേണ്ടത്? ഒരു ദിവസം നിങ്ങളുടെ വീട്ടിലും വരും മരിയത്ത്, നിങ്ങളുടെ വീട്ടിലും വരും കാലൻ, അതായത് ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകേണ്ട അസ്രായേല്. അന്ന് നമ്മളൊക്കെ മരിച്ചു കിടക്കേണ്ടതാ. പിന്നെയാണോ ഈ ഒറ്റപ്പെടുത്തലും അകറ്റലും? ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ പോകും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അവരോടൊപ്പം ഒരു നേരത്തെ ഭക്ഷണം ഞാൻ കഴിക്കും. ഞാൻ മനസ്സിൽ കരുതുകാരിയ. നിങ്ങളുടെ അഭിപ്രായം എന്താ?
നിങ്ങളുണ്ടാവും എൻ്റെ കൂടെ. സമൂഹമേ, നിങ്ങൾ തീരുമാനിക്ക്, ആട്ടി ഓടിക്കണോ ചേർത്ത് പിടിക്കണോ. ഞാൻ എന്തായാലും ആ കുടുംബത്തോടൊപ്പം ആരില്ലെങ്കിലും ഇൻഷാ അല്ലാഹ്